ഇടുക്കിയിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇടുക്കിയിൽ വേനൽ സമയത്ത് മാത്രം പോകാൻ പറ്റുന്ന ഒരു കിടിലൻ സ്ഥലമുണ്ട്. അതാണ് അഞ്ചുരുളി ടണൽ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി കാണാം. തൊടുപുഴ വഴിയാണ് യാത്ര ആരംഭിച്ചത്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുള്ള സ്ഥലമാണ് തൊടുപുഴ. എങ്കിലും എല്ലാം ഇപ്പോൾ വറ്റിക്കിടക്കുകയാണ്. പിന്നെയുള്ളൊരു വെള്ളച്ചാട്ടം അരുവിക്കുത്താണ്. അധികം ആളുകൾ അറിയാത്ത വെള്ളച്ചാട്ടമാണ്. റോഡിൽ നിന്നും കൃത്യമായ വഴിയൊന്നും അങ്ങോട്ടേക്കില്ല. കുറച്ചു ദൂരം ഓഫ് റോഡാണ്. ഇവിടെ വെള്ളം തീരെ കുറവാണേ. ഇനി മൂലമറ്റം വഴിയാണ് നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്നത്. വേനൽക്കാലത്ത് ഇടുക്കി യാത്ര അധികം ആളുകൾ തിരഞ്ഞെടുക്കാത്ത കാരണവും ഇതുപോലെ വറ്റിയ വെള്ളച്ചാട്ടങ്ങളാണ്. ഇത് മൂലമറ്റത്തുള്ള ഈലപ്പള്ളി വെള്ളച്ചാട്ടമാണ്. ഇവിടെ പാറക്കെട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നാടുകാണി ചുരം കയറി വേണം ഇടുക്കിയിലെത്താൻ. കയറി ചെല്ലുന്നിടത്ത് നാടുകാണി വ്യൂ പോയിന്റ് കാണാം. ഇവിടെ നിന്നും നോക്കിയാൽ മൂലമറ്റം ടൗൺ കാണാം. ഈ കാണുന്നതാണ് ഇടുക്കി ഡാമിന്റെ പവർ ഹൗസ്. ഇനി ഇടുക്കി ഡാമിലേക്കാണ് പോകുന്നത്. ഈ പോകുന്ന വഴിയിൽ അധികം ആരും അറിയാത്ത കുറെ വ്യൂ പോയിന്റുകളും ഒരുപാട് കാഴ്ചകളുമുണ്ട് കാണാൻ. രണ്ട് മലകൾക്കിടയിൽ ആർച്ച് ഷേപ്പിൽ കെട്ടിയിരിക്കുന്ന ഈ തടയണ കാണണമെങ്കിൽ ഇടുക്കിയിലെ ഹിൽ വ്യൂ പാർക്കിൽ വരണം. ഇവിടെ വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ എത്തിയത് രാവിലെ ആയതുകൊണ്ട് എല്ലാം ഓൺ ആയിട്ടില്ല. ഈ ഡാമിന്റെ പുറംഭാഗം ചെറുതോണിയിൽ നമുക്ക് കാണാം. ഗ്രൗണ്ടിൽ നിന്ന് നോക്കിയാലാണ് മുഴുവനായി ആർച്ച് ഡാം കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്നും 30 കിലോമീറ്ററോളം ദൂരമുണ്ട് അഞ്ചുരുളിയിലേക്ക്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണ് കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ്. ഇടുക്കി ഡാമിന്റെ റിസർവോയറിന്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് കാണണമെങ്കിൽ ദാ ഇവിടെ തന്നെ വരണം. സമയം 1:10 ഇവിടത്തെ മഞ്ഞ് ഇതുവരെ മാറിയിട്ടില്ല. വെയിലുണ്ടെങ്കിലും ഒട്ടും ചൂടും തോന്നുന്നില്ല. മഴക്കാലത്ത് ഈ ചെരുവുകളിൽ നിറയെ പച്ചപ്പുല്ലുകൾ നിറഞ്ഞു നിൽക്കും. അതിനിടയിലൂടെ വേണം നമ്മൾ താഴേക്കിറങ്ങാൻ. ഇനി നമ്മുടെ ഫൈനൽ സ്പോട്ടിലേക്കാണ് യാത്ര. അഞ്ചുരുളിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ 1974 മാർച്ചിലാണ് അഞ്ചുരുളി ടണൽ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇരട്ടയാർ മുതൽ അഞ്ചുരുളി വരെ ഒറ്റപ്പാറയിലാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് വശത്തു നിന്നുമായി തുരന്ന് കൂട്ടിയോജിപ്പിക്കുകയായിരുന്നു.
5 കിലോമീറ്റർ ദൂരവും 24 അടി വ്യാസവുമുള്ള ഈ തുരങ്കത്തിന്റെ തുടക്കത്തിൽ നിന്നാൽ അങ്ങേയറ്റം വരെ കാണാൻ കഴിയും. ഒരു പൊട്ടുപോലെ വെട്ടം കാണുന്നതാണ് ഇരട്ടയാർ. ഇരട്ടയാറിൽ നിന്നും ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തിക്കാനായിട്ടാണ് ഈ ടണൽ നിർമ്മിച്ചത്. ഈ തുരങ്കത്തിന്റെ നിർമ്മാണ സമയത്ത് 22 പേർ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 2000ഓളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കല്യാണത്തണ്ട് മലയുടെ മുകൾ ഭാഗത്തായാണ് അഞ്ചുരുളി ടണൽ. ഇന്ത്യയിൽ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്നാണ് അഞ്ചുരുളി. ഇവിടെ നിന്നും ഇനി നേരെ വീട്ടിലേക്കാണ്. തിരികെ ഏലപ്പാറ വാഗമൺ വഴിയാണ് പോകുന്നത്. ഇരുട്ട് വീഴുന്നത് കൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്നു.